മനോഹരമായി പകൽക്കാലം ദൈവത്തിൻ്റെ വചനവും സാക്ഷ്യം നിമിത്തം നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വിലയേറിയ കൃപകൾക്കായി നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ എൻ്റെ മുൻപിൽ തന്ന ഒരു ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും. മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മമ്രയുടെ തോപ്പിൽ ദൈവം ഇറങ്ങി വന്ന, അല്ലെങ്കിൽ 3 സന്ദർശകർ അല്ലെങ്കിൽ 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ കടന്നു വന്ന സന്ദർഭമാണ് നാം വായിച്ചത്. അവിടെ ദൂതന്മാർ അബ്രഹാമിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നാം വായിക്കുന്നത്. അത് പറയാനുള്ള കാരണം 3 ദൂതന്മാർ അല്ലെങ്കിൽ 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. അബ്രഹാം 3 പുരുഷന്മാരെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവർക്ക് നന്മകൾ നൽകി, അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ആഹാരങ്ങൾ നൽകി അവരെ ആദരിച്ചു. ദൂതന്മാർ തിരിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞ വാക്കിങ്ങനെയാണ്: അബ്രഹാമേ, അടുത്ത ആണ്ടാകുമ്പോൾ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്കറിയാവുന്ന പശ്ചാത്തലമാണ്. ആ സമയത്ത് എന്തു ചെയ്തു? സാറ കൂടാരത്തിനകത്ത് ചിരിച്ചു. സാറ എന്ത് ചെയ്യുക? കൂടാരത്തിനകത്ത് നിന്ന് ചിരിക്കുകയാണ്. വാഗ്ദത്തം പറഞ്ഞത്, അല്ലെങ്കിൽ ദൂത് പറഞ്ഞത് ആരാണ്? പ്രവാചകൻ അല്ല, സാക്ഷാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അടുത്ത വാക്യമൊക്കെ പറഞ്ഞാൽ സാക്ഷാൽ യഹോവ തന്നെ ഇറങ്ങി വന്ന് അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ഇറങ്ങി വരികയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഡയറക്റ്റായി സംസാരിച്ച ദൂതിനെ സാറ എന്ത് ചെയ്തു? ചിരിച്ചു. സാറ ചിരിച്ചു. നാം കുറിവാക്യമായി വായിച്ച 14-ാമത്തെ വാക്യത്തിന് ദൂതൻ അബ്രഹാമിനോട് പറഞ്ഞ ശേഷം 13-ാമത്തെ വാക്യത്തിൽ ദൂതൻ ചോദിക്കുന്നുണ്ട്: അബ്രഹാമേ, സാറ ചിരിച്ചത് എന്ത്? സാറ ചിരിച്ചത് എന്ത്? അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്: യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അടുത്ത ഈ ആണ്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യയായ സാറയ്ക്കൊരു മകൻ ഉണ്ടായിരിക്കും. ആമേൻ. ഈ പദങ്ങളെല്ലാം ദൂതൻ പറഞ്ഞു കഴിയുമ്പോൾ 15-ാമത്തെ വാക്യം പറയുന്നു: സാറ ഭയപ്പെട്ടു. അവൾ പറയുക, ഇല്ല, ഞാൻ ചിരിച്ചില്ല, ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് ദൂതന്മാർ തിരിച്ച് മറുപടി പറയുകയാണ്. പ്രിയരെ, അബ്രഹാമിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. 12-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന അബ്രഹാമിൻ്റെ ഈ യാത്ര നീണ്ടു നിൽക്കുകയാണ്. പക്ഷേ ഈ അബ്രഹാമിന് ഈ ലോകപരമായി നോക്കിക്കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവൻ ഏകദേശം 2080ഓളം പേർ അബ്രഹാമിൻ്റെ ഭവനത്തിനകത്തുണ്ടായിരുന്നു. എത്ര പേർ? 2080ഓളം പേർ ദാസീദാസന്മാരായി അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 പേർക്കൊക്കെ ആഹാരം വയ്ക്കുന്ന ഒരു ഭവനമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അത്രമാത്രം ദൈവം അവനെ അനുഗ്രഹിച്ചുവെങ്കിലും ഭക്തന്റെ പാർപ്പ് എവിടെയായിരുന്നു? അവൻ കൂടാരത്തിൽ പാർത്തവനാണ്.
അമ്മ ഈ 18-ാം അധ്യായത്തിനകത്ത് തന്നെ അവര് 6-ാം വാക്യത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു എന്ന് പറഞ്ഞാൽ ഈ 2000-ലധികം പേർക്ക് ദിനവും ആഹാരമുണ്ടാക്കുന്ന ഭക്തൻ. നമ്മുടെ ജീവിതത്തിനകത്ത് പുറമെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നന്മകളുണ്ട്, ആടുമാടുകൾ, ദാസന്മാർ, ഇതെല്ലാം ഉണ്ട്. അവന്റെ ജീവിതത്തിനകത്ത് ഒരേ ഒരു ശൂന്യത മാത്രമേ ഉള്ളൂ. വാഗ്ദത്തം ഉള്ള സന്തതി അവന്റെ എന്ന് പറയത്തക്ക നിലവാരത്തിൽ, അവന്റെ കുഞ്ഞ് എന്ന് പറയത്തക്ക നിലവാരത്തിൽ സാറയുടെ ഉദരത്തിനകത്തുനിന്ന് ഒരു തലമുറയില്ല എന്നതൊഴിച്ച് ഈ ലോകപരമായി നോക്കിക്കഴിഞ്ഞാൽ സകലതും അബ്രഹാമിനുണ്ട്. പക്ഷേ അബ്രഹാമിന്റെ പാർപ്പ് എവിടെയാണ്? കൂടാരത്തിലാണ്. പക്ഷെ മറുഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട്, ദൈവം വിളിച്ചത് അബ്രഹാമിനെയാണ്. പക്ഷേ അബ്രഹാമിന്റെ വിളിച്ചിറക്കിയ ദൈവം അബ്രഹാം ആരെ നോക്കിയാണ് ഇറങ്ങിത്തിരിച്ചത്? ശ്രദ്ധേയമായൊരു ചിന്തയാണ്. അബ്രഹാം ആരെ നോക്കിയാണ് ഇറങ്ങിത്തിരിച്ചത്? അബ്രഹാം ദൈവത്തെ നോക്കിയാണ് ഇറങ്ങിത്തിരിച്ചത്. ഇന്ന് പകൽക്കാലം ലോത്തിനോട് ചോദിച്ചേ, ലോത്തെ നീ ആരെ നോക്കിയാണ് ഇറങ്ങിത്തിരിച്ചത്? ലോത്ത് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയും, പാസ്റ്ററെ ഞാൻ ഇറങ്ങി തിരിച്ചത് അബ്രഹാമിനെ നോക്കിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ദൈവത്തെ നോക്കി ഇറങ്ങിയപ്പോ, ലോത്ത് അബ്രഹാമിനെ നോക്കി ഇറങ്ങിയപ്പോ വചനം പറയുന്നു, അബ്രഹാം കൂടാരത്തിൽ പാർക്കുമ്പോൾ ലോത്ത് പട്ടണവാതിക്കലിരിക്കുകയാണ്. അവന്റെ പാർപ്പ് ഭവനത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരോട്ടമുള്ള സോദോമിലേക്ക് അവൻ കൂടാരം മാറി മാറി അടച്ച് സോദോമിന്റെ നന്മകൾ പ്രാപിച്ച് അവൻ മനോഹരമായ ഭവനമൊക്കെ പടുത്തുയർത്തി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ലോത്ത് സോദോമിൽ സെറ്റിലായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 3 നില വീടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദാസന്മാരുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്ന തരത്തിലുള്ള സകലതും ലോകപരമായത് മുഴുവനും ലോത്തിന്റെ മുൻപിലുണ്ട്. പക്ഷേ ഈ അബ്രഹാം പാർക്കുന്നത് ഇന്നും കൂടാരത്തിലാണ്. അബ്രഹാമിനോട് ചോദിച്ചേ, അബ്രഹാമേ എന്തിനാ കയറ് വലിച്ചു കെട്ടിക്കിടക്കുന്ന ഒരു കൂടാരത്തിനകത്ത് ഇത്ര നാളായില്ലേ? ഏകദേശം 25 വർഷം കഴിഞ്ഞില്ലേ ഈ മരുഭൂപ്രയാണം തുടങ്ങിയിട്ട്? എന്തേ നീ ഇനിയും ഭവനത്തിനകത്ത് പാർക്കാത്തത്? എന്തേ നീ ഒരു ഭവനം വെച്ച് സെറ്റിലാകാത്തത്? അബ്രഹാം പറയുന്നൊരു മറുപടിയുണ്ട്, ദൈവദാസനെ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ കേട്ടൊരു വാഗ്ദത്തമുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് ശില്പിയായി നിർമ്മിച്ചത്, കർത്താവ് അടിസ്ഥാനമിട്ടൊരു ഭവനം എനിക്കുണ്ട്. ഞാൻ ഈ വഴി യാത്ര ചെയ്യുന്ന ഒരു പരവേശിയാണ്. എൻ്റെ വേഷം ഇവിടെയല്ല, എനിക്ക് വേണ്ടി ഒരുക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. ഇത് സ്വന്തം ദേശമല്ല, ഇവിടെ നമ്മുടെ പരദേശികളാണ്. ഇന്ന് പകൽ പലരുടെ ഈ ചിന്ത അവിടെ തെറ്റിപ്പോയി കേട്ടോ. പലരും ഇത് സ്വന്തം ദേശമെന്ന് കരുതി പലതും വെട്ടിപ്പിടിക്കുക. അവർക്കില്ലാത്തതെന്തോ മറ്റുള്ളവർക്കുള്ളതെന്തോ നേടാൻ വേണ്ടി നെട്ടേട്ടമോടുമ്പോ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, കുഞ്ഞേ, ഇവിടെ വെറും പരവേശിയാണ് നമ്മൾ. ഇത് സ്വന്തം ദേശമല്ല. തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് ആരാധന കൊടുത്തോട്ടെ. ഈ ദൂതിനൊക്കെ ഹല്ലേലൂയൊന്നും വരത്തില്ല. നിങ്ങൾ പറയും, പാസ്റ്ററെ പറഞ്ഞോ, ഇതെല്ലാം ഇതിനപ്പുറം കേട്ടതാണ്. സ്നേഹിതാ, സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ ലോകത്ത് വെട്ടിപ്പിടിക്കാനൊന്നും പോകണ്ട. ഈ ലോകത്ത് നീ നേടിയെടുക്കാൻ ഒന്നും പോകണ്ട. നീ വിശ്വാസത്തോടെ ഈ മരുഭൂപ്രയാണ ഒരു പരദേശി എന്ന രീതിയിൽ തന്നെ ജീവിച്ചാൽ മതി. ദൈവം നിനക്ക് ആവശ്യമായതെല്ലാം തരും കേട്ടോ. ദൈവം നിന്റെ തലമുറയ്ക്ക് ആവശ്യമായതെല്ലാം തരുമെന്ന ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ ദൂതിന്റെ സാരാംശം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഇവിടെ വെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് അസൂയ വർദ്ധിക്കുന്നത്. ഇവിടെ എന്തൊക്കെ നേടിയെടുക്കാൻ പോകുമ്പോഴാണ് മത്സരം വർദ്ധിക്കുന്നത്. ഇവിടെ എന്തൊക്കെ നേടിയെടുക്കാമെന്ന് ചിന്ത വരുമ്പോഴാണ് നീ ഇവിടെ തന്നെ ഒതുങ്ങുന്നത്. ഇന്ന് പകൽ ഇവിടെ അല്ല ദേശമെന്ന് ഹൃദയത്തിനകത്ത് ചിന്തിച്ചാൽ മതി. ഇന്ന് പകൽ നീ വയ്ക്കാൻ കൊതിക്കുന്ന ഭവനമുണ്ടല്ലോ, അത് വച്ച് പൂർത്തീകരിക്കുമ്പോൾ അതിനകത്ത് കയറിക്കിടക്കാൻ നീ ഉണ്ടായോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കർത്തൃദാസൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊച്ചു വാർഡിനകത്ത് കഴിഞ്ഞ ആഴ്ച മാത്രം 3 പേർ ഈ ലോകത്തുനിന്ന് പോയപ്പോൾ
ഇന്ന് പകൽക്കാലം ചേർത്ത് പിടിക്കാൻ ഒന്നുമില്ല കുഞ്ഞ്. ഇന്ന് പകൽക്കാലം ദൈവവുമായുള്ളൊരു ബന്ധം അല്ലാതെ ഇന്ന് പകൽക്കാലം ഉയർത്തിപ്പിടിക്കാൻ ഒന്നുമില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ചു തന്നെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഇവിടെ പരദേശികളാണ്, ഇവിടെ ശാശ്വതമായൊരു നാടല്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് പരവേശമാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര നേടിയാലും ഇവിടെ ഇട്ടേച്ച് പോകണം. എന്തൊക്കെ സമ്പാദിച്ചാലും ഇവിടെ ഇട്ടേച്ച് പോകണം. ആരോ വാച്ച് തരുന്ന ഒരു പെട്ടിക്കകത്തൊതുങ്ങി 6 അടി മണ്ണിനകത്ത് ജീർണിച്ച് തീരാനല്ലാതെ ഒന്നുമില്ലെന്നേ. നെകളിക്കാനൊന്നുമില്ല, ചേർത്ത് പിടിക്കാൻ ഒന്നുമില്ല. ആരെയും ഇന്ന് പകൽക്കാല കണ്ട് നിഗളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് പകൽ ഭക്തന്റെ പ്രത്യേകത പറയണം, ഞാൻ പരദേശിയാണ്. ധൈര്യത്തോടെ പറ, ഞാൻ പരദേശിയാണ്. ധൈര്യത്തോടെ പറ, കർത്താവേ ഞാൻ പരദേശിയാണ്, ഞാൻ കൂടാരത്തിലാണ് പാർക്കുന്നത്. ശാശ്വതമായൊരു ഭവനം എൻ്റെത് ഇവിടെയല്ല, എനിക്ക് വേണ്ടി ഒരുക്കുന്നൊരു ഭവനമുണ്ട്. അമ്മേ, അബ്രഹാമിന് തോന്നിക്കാണില്ലേ? ആമേൻ. ഒരു പക്ഷേ അബ്രഹാമിന് തോന്നിയില്ലെങ്കിൽ സാറയ്ക്ക് തോന്നണം. ആമേ, സാറമാർക്കാണ് കൂടുതൽ തോന്നൽ ഈയിടെയായിട്ട്. പണ്ടേ അങ്ങനെയാണ്. പൗലൂസ് പറയുന്നത് സ്ത്രീ ബലഹീന മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിത്തിരിച്ചത് അബ്രഹാം ദൈവത്തെ നോക്കിയാണ്. പക്ഷേ ലോത്ത് ഇറങ്ങിത്തിരിച്ചത് അബ്രഹാമിനെ നോക്കിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചച്ഛനെ നോക്കിയാണ്. ആമേൻ. അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് ലോത്ത്. അബ്രഹാമിനെ നോക്കി ഇറങ്ങിയപ്പോൾ ഇറങ്ങിത്തിരിച്ച ലോത്ത് നല്ല രീതിയിൽ സെറ്റിലായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാം ഇപ്പോഴും മമ്രയുടെ തോപ്പിനകത്ത് കൂടാരം വലിച്ചു കെട്ടി ജീവിക്കുക. സാറയ്ക്ക് യോബിൻ്റെ ഭാര്യയായിരുന്നു. ഭാര്യയെ പോലത്തെ ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ അബ്രഹാമിനോട് പോയി പറഞ്ഞേനെ, അബ്രഹാമെ നീ എന്ത് കണ്ടിട്ടാ ദൈവത്തെ കണ്ടിറങ്ങിയത്? കണ്ടോ, നമ്മളെ കണ്ടിറങ്ങിയവൻ ഇന്ന് നീരോട്ടമുള്ള സ്ഥലത്ത് വീട് വെച്ച് കാറ് വാങ്ങി അവൻ്റെ ഇരിപ്പ് മൊത്തം പട്ടണവാദിക്കല, നീ കൂടാരത്തിൽ താടിക്ക് കയ്യും കൊടുത്ത് എന്ന് ചോദിച്ചനെ. പക്ഷെ സാറ ചോദിച്ചില്ല കേട്ടോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറഞ്ഞു വന്നതിൻ്റെ സാരം, ദൈവവുമായി ബന്ധമുള്ളവൻ നെഗറ്റീവ് പറയില്ല. ദൈവമായി ബന്ധമുള്ളവൻ പിറുപിറുക്കില്ല. ദൈവമായി ബന്ധമുള്ളവൻ മറ്റുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടോ എന്തോ അതുമിൻ്റെ വിഷയമല്ല. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ട ശൈലി മാറണം. നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അനുഗ്രഹങ്ങൾ എന്നിൽ തന്നെ വരുമെന്ന് എനിക്കറിയാം. ആരെല്ലാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടാലും എനിക്ക് വിഷയമല്ല. അവരനുഗ്രഹിക്കപ്പെടട്ടെ, അവർ വീട് വയ്ക്കട്ടെ, നന്മ പ്രാപിക്കട്ടെ, അവരെ അനുഗ്രഹിക്കപ്പെടട്ടെ, അവിടെ തലമുറകൾ വർദ്ധിക്കട്ടെ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കട്ടെ, പട്ടണങ്ങൾ അവിടെ തലമുറകൾ അവകാശമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്ക് ദൈവസഭ വരണം. കാരണം എന്തെന്നറിയാമോ? അങ്ങനെയുള്ള മനോഭാവത്തിലേക്ക് വരാത്തിടത്തോളം കാലം ലോത്തെ നീ പണിത ഭവനവും നീ ഉണ്ടാക്കി വച്ച നന്മകളും നീ സ്വർഗമെന്ന് കരുതുന്ന ആ സോദോമും എൻ്റെ കർത്താവ് തീക്ക് വേണ്ടി വെച്ചിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കർത്താവ് തീക്ക് വേണ്ടി വെച്ചിരിക്കുക. പക്ഷെ ഭക്തൻ പറയുക, ഇവിടെ അല്ല എൻ്റെ വാസം, എൻ്റെ വാസം നിത്യമായൊരു ഭവനം കാത്തിരിക്കുക. ഞാൻ ഇത് പറഞ്ഞു വരാനുള്ള കാരണം ഒരു ഭക്തന്റെ ജീവിതത്തിനകത്തുള്ള മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. സാറ എന്ന് പറയുന്ന ആ സ്ത്രീയെ ലോകം വിളിച്ചത് മച്ചി എന്നാണ്. എന്ത്? ലോകം വിളിച്ചത് മച്ചിയ എന്നാണ്. അതുകൊണ്ടാണ് ദൂതന്മാർ വന്ന് സാറായിയുടെ അടുക്കൽ, അബ്രഹാമിന്റെ അടുക്കൽ പറയുമ്പോൾ അവൾ കൂടാരത്തിനകത്ത് ചിരിക്കാൻ കാരണം, അവൾ ചിരിക്കാൻ കാരണം, അവൾ മനസ്സിനകത്ത് ചിരിക്കാൻ കാരണം അവൾക്കറിയാം ലോകം എന്നെ വിളിക്കുന്നത് മച്ചി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനി അവളുടെ ഉദരത്തിനകത്തുനിന്നൊരു തലമുറ വരാൻ
സാധ്യതയില്ല. 90 വയസ്സെത്തി അവളുടെ ഗർഭപാത്രം നിർജീവമായി കഴിഞ്ഞു. ലോകം വിളിക്കുന്നത് മച്ചിയെന്ന, പക്ഷെ ദൈവം പറയുന്നു നിനക്ക് ഞാൻ ഒരു തലമുറ തരാമെന്ന്. ആത്മാവ് ഞാൻ പറയട്ടെ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നൊരു സന്ദേശവുമായി ഇന്ന് പകൽ ഞാൻ കയറി നിൽക്കുന്നത്. ലോകം നിന്നെ എന്ത് പേര് പറഞ്ഞു വിളിക്കുന്നു എന്നതല്ല വിഷയ. എൻ്റെ ദൈവം നിന്നെ കുറിച്ച് ഇടുന്നൊരു പേരുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാമേ ഞാൻ നിന്റെ പേര് വലുതാക്കും. അബ്രഹാമേ ഞാൻ നിന്റെ പേര് വലുതാക്കും. ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ലോകം വിളിച്ച പേരല്ല കുഞ്ഞമിന്റെ വിഷയം. ദൈവം നിന്നെ കുറിച്ച് കണ്ടതാണ് ഇന്ന് പകൽ വിഷയം. ഇന്ന് പകൽക്കാലം മനോഭാവങ്ങൾ മാറട്ടെ. ആമേൻ. അറാമാന ആമേ. സാറായെ നോക്കി ലോകം എന്ത് വിളിച്ചു? മച്ചി എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ തലമുറ ഇല്ലാത്തവൾ എന്ന് വിളിച്ചു. ഒരിക്കലും തലമുറ ഉണ്ടാകാത്തവൾ എന്ന് വിളിച്ചു. എൻ്റെ ചോദ്യം, ഏത് വ്യക്തിക്കാ സഹിക്കാൻ കഴിയുന്നത്? ആരാ? ആമേ സാറായി വാക്തത്വം കേട്ടിറങ്ങിയതാണ്. ലോത്തിനെ പോലെ അബ്രഹാമിനെ നോക്കി ഇറങ്ങിയതല്ല, അവൾ വാക്തത്വം കേട്ടിറങ്ങിയതാണ്. അവളുടെ ആമേ ഭർത്താവായി അബ്രഹാം വാക്തത്വം കേട്ടിറങ്ങിയതാണ്. വിളിച്ച പേര് മുഴുവന് നെഗറ്റീവാണ്. ഞാൻ ആത്മാവി പറയാൻ കേട്ടോ, ലോകം നിന്നെ നോക്കി വിധി എഴുതുന്ന വിധിയെഴുത്തുകളുണ്ടല്ലോ, നിന്നെ നോക്കി സങ്കല്പിച്ചു കൂട്ടുന്ന ചില സങ്കല്പങ്ങളുണ്ടല്ലോ. അത് കുടുംബക്കാരായിക്കൊള്ളട്ടെ, ദേശക്കാരായിക്കൊള്ളട്ടെ, സഭക്കാരായിക്കൊള്ളട്ടെ, കൂട്ടുകാരായിക്കൊള്ളട്ടെ, ആര് നിന്നെ നോക്കി വിധി എഴുതുന്ന വിധി എഴുത്തുകൾ അത് നിന്റെ സാഹചര്യം നോക്കിയാണ്. ആ പദം എന്ന് പറഞ്ഞ് നിന്റെ സാഹചര്യം നോക്കിയാണ് ലോകം നിനക്ക് പേരിടുന്നത്. പക്ഷെ എൻ്റെ കർത്താവ് നിന്റെ പേരിടുന്നത് നിന്റെ ഹൃദയത്തെ കണ്ടാണ്. നിന്റെ ഹൃദയത്തെ കണ്ടാണ്. ഈ പകൽ എന്നോട് ദൈവാത്മാവ് അങ്ങനെ ഒരു ദൂത് കൈമാറുന്നു. ലോകമിട്ട നിന്റെ സാഹചര്യങ്ങൾക്കത് നോക്കി, ലോകമിട്ടവല്ല ആ സാഹചര്യങ്ങൾ എൻ്റെ ദൈവം പൊളിക്കാൻ പോകുക. എൻ്റെ ദൈവം പൊളിക്കാൻ പോകുക. ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് ലോകം പറഞ്ഞ ഇടത്തുന്നു ചില വാക്തത്വങ്ങൾ. യെസ്. അർത്ഥമാന ധൂരധാര ധീരധാര ധാര 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 അർത്ഥമാന ധൂരധാര ഘടകധാര ആരമാനധര ഖലഖമനധര ബലധ അർത്ഥമാന ധൂരധാല ധീരവച്ച വാല ഘടക. ഇന്ന് പകൽ ചിലരെ നോക്കി ലോകമിട്ട വിധിയെഴുതുകൾ, ഒരുപക്ഷെ നിന്നെ നോക്കി ലോകം ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞായിരിക്കാം, ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞായിരിക്കാം, മടയനെന്ന് പറഞ്ഞായിരിക്കാം. ഇന്ന് പകൽക്കാലം ഡോൺ വറി, നിനക്ക് പാടാൻ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞായിരിക്കാം, നിനക്ക് പ്രസംഗിക്കാൻ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞായിരിക്കാം, ആമേ നിനക്ക് സൗന്ദര്യമില്ലെന്ന് ലോകം പറഞ്ഞായിരിക്കാം. ലോകം എന്തു പേരും വിളിക്കട്ടെ, പക്ഷെ സ്വർഗം പറയുന്നു നിന്റെ സിറ്റുവേഷൻ നോക്കിയല്ല കുഞ്ഞെ ഞാൻ നിന്നെ പേര് വിളിക്കുന്നത്. ഞാൻ നിന്നെ പേര് വിളിക്കുന്നത് നിന്റെ ഹൃദയത്തെ നോക്കി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. Rabala hadaga thara 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 Rabala hadaga thara 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 Oh shabaraba Altabaram thura vaidabara barabacchabaram thura vaidaba Artabaram thura vaidabaram thura vaidabara barabachaba വലിയൊരു ദൈവത്തിന്റെ സാന്നിധ്യം, വലിയൊരു ദൈവത്തിന്റെ സാന്നിധ്യം, വലിയൊരു ദൈവത്തിന്റെ സാന്നിധ്യം, വലിയൊരു ദൈവത്തിന്റെ ഫേവർ ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മേൽ. മക്കളെ, ഇന്ന് പകൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആരാധിക്കുക. ഓ, നിന്റെ ചിന്തകൾക്ക് അതീതമായി നിന്റെ പേര് വലുതാക്കാൻ കഴിയുന്ന, നിന്റെ പേര് വലുതാക്കാൻ കഴിയുന്ന, നീ എടുത്ത ഡിഗ്രി അല്ല നിന്റെ പേര് വലുതാക്കുന്നത്. ഓ നിന്റെ പേര്, നിന്റെ പേരിന്റെ മുൻപിലും പിൻപിലുമുള്ള ഡിഗ്രികളല്ല നിന്റെ പേരിന് ആമേ സൗന്ദര്യം കൂട്ടുന്നത്, പേര് വലുതാക്കുന്നത്. അപ്പൊ ഇന്ന് പകൽ ദൈവമാണെങ്കിൽ ഈ പകൽ ഈ ദൂത് ഞാൻ കൈമാറുമ്പോ ഈ പട്ടണത്തിൽ ആലയത്തിന്റെ പേര് വലുതാകട്ടെ, ഈ ദേശത്ത് ആലയത്തിന്റെ പേര് വലുതാകട്ടെ, ലോക രാജ്യങ്ങളിൽ ആലയത്തിന്റെ ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടും. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഈ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടും. ശക്തന്മാരെ ആലയത്തിനകത്ത് ദൈവം പൊക്കും.
Balatha lamana sharabalatha rabalasha reikamana adabaragadaga chadabalagadaga thudabalagadaga chadabari baravinabaramtha abthabaram thudabainabaramtha raike rebilo ramana rithala shabalagadaga rimanagal khamana balagadaga ശബാരകൾ കമനബലഘടക. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി ഒരു ദൂത് കൈമാറാം. ലോകം വിളിക്കുന്നതല്ല നിന്റെ പേര്. എന്നോട് ദൈവാത്മ പറയുന്നു, നിന്റെ സാഹചര്യം നോക്കി ലോകം പറഞ്ഞ വാക്കുകൾ നിന്നെ ഒത്തിരി മുറിപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ സിറ്റുവേഷൻ നോക്കി ലോകം പറഞ്ഞ വാക്കുകൾ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ആരും അറിയാതെ രാത്രികൾ നീ ഒത്തിരി ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ട്. വിങ്ങിപ്പൊട്ടി ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത രാത്രികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആരോ നിന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ട്, ആരൊക്കെ മെനക്കെതിരെ സംസാരിക്കുന്ന വാക്കുകൾ നിന്നെ ഒത്തിരി മുറിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ സ്വർഗം പറയാ, കുഞ്ഞെ, ഞാൻ നിന്റെ പേര് വലുതാക്കാൻ പോവുക. ആമെ നിന്ദിച്ചവരുടെ മുൻപിൽ, അപമാനിച്ചവരുടെ മുൻപിൽ, ആമെ നിനക്കെതിരെ സംസാരിച്ച അബേ നാവ് കൊണ്ട് നീ ഒരു അനുഗ്രഹ വിഷയമെന്ന് പറയത്തക്ക രീതിയിൽ എന്റെ ദൈവം നിന്റെ പേര് വലുതാക്കാൻ പോകുകയാണ്. ആമേൻ, നിന്റെ പേര് വലുതാക്കാൻ പോകുകയാണ്. പട്ടണങ്ങൾ അറിയത്തക്ക നിലവാരത്തിൽ, രാജ്യങ്ങൾ അറിയത്തക്ക നിലവാരത്തിൽ, നീ ഒരു അനുഗ്രഹമെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ഫേവറുകൾ ഏതൊക്കെ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ നീ ആരും അറിയാത്ത വ്യക്തിയായിരിക്കാം, പക്ഷെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഏതൊക്കെ കൂടാരത്തിനകത്ത് ഒതുങ്ങിപ്പോയ സാറമാരെ ദൈവാത്മാവ് പുറത്തെടുക്കാൻ പോകുകയാണ്. ഏതൊക്കെ കൂടാരത്തിനകത്ത് ഒതുങ്ങിപ്പോയ യാക്കോബുമാരെ എന്റെ ദൈവ പേര് വലുതാക്കി പുറത്തെടുക്കുക. എന്റെ ദൈവം പോകുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചു തന്നെ. ഓ റിബാന ഘടക, സീസണുകൾ ചേഞ്ച് ആകുന്നു. സീസണുകൾ ശബാരകൾ കമനബലഘടക, റിമാനകൾ കമനബലഘടക, റാംഥേരികൾ കമനബലഘടക, റാംഷക്കീരകൾ കമനബലഘടക. പ്രിയരെ, ഒരു വടി കൊണ്ടടിക്കുന്നതിനേക്കാൾ വേദനയാണ് ഒരു വാക്ക് കൊണ്ടുണ്ടാകുന്ന മുറിവ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പുറമെ ശരീരത്തിൽ കൊള്ളുന്ന അടിയേക്കാൾ വേദനയാണ് ഹൃദയത്തെ തകർക്കുന്ന ചില വാക്കുകൾ, ചില വ്യക്തികളുടെ പദങ്ങൾ. നാം ചിന്തിക്കാത്ത വാക്കുകൾ നമുക്കെതിരെ ഉയർന്നു വരുമ്പോൾ, നമ്മൾ ഒരിക്കൽ സങ്കല്പിക്കാത്ത വ്യക്തികൾ നമുക്കെതിരെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒത്തിരി മുറിയുമല്ലേ? കേട്ടോ പ്രിയരെ, സാറ 90 വയസ്സായി. അവളെ ദേശം വിളിക്കുന്നത് മച്ചി എന്നാണ്. അവളുടെ ഹൃദയം എത്രമാത്രം മുറിയപ്പെട്ട് കാണുക, അവൾ എത്രമാത്രം വേദനിക്കപ്പെട്ട് കാണുക. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. ആ സാറയുടെ കൂടാരവാദിക്കൽ എൻ്റെ സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയുക, സാറേ, നിന്നെ മച്ചി എന്നല്ലേ ലോകം വിളിച്ചത്, പക്ഷെ ദൈവം പറയുന്നു, ആമേ, ഒരു രാജ്യമാക്കി തീർക്കാൻ കെൽപ്പുള്ള ഒന്നിനെ ഞാൻ നിന്റെ ഉദരത്തിനകത്തുനിന്ന് പുറത്തെടുക്കാൻ പോകുകയാണ്. നിന്റെ ഉദരത്തിനകത്തുനിന്ന് ഞാൻ പുറത്തെടുക്കാൻ പോകുകയാണ്. ആരോടൊക്കെ ദൈവാത്മ പറയുക, ലോകമിട്ട മുൻവിധികളെ ദൈവം പൊളിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. ലോകമിട്ട മുൻവിധികൾ, ലോകമിട്ട വാക്കുകളെ പൊളിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വലിയ പ്രകടനങ്ങൾ ഈ ആലയത്തിനകത്ത് വെളിപ്പെടുകയാണ്. ഞാൻ ആത്മാവിൽ പറയാൻ കേട്ടോ, വാക്തത്വമുള്ളവനെ കണ്ട് നീ ഒന്നും പറയരുത്. വാക്തത്വമുള്ളവനെതിരെ നീ നാവ് ചലിപ്പിക്കരുത്. വാക്തത്വമുള്ളവനാണോ എന്ന് ആരെ കണ്ണും പറയരുത്. പ്രത്യേകിച്ച് അഭിഷേകമുള്ളവനെതിരെ സംസാരിക്കരുത്. അഭിഷേകമുള്ളവൾക്കെതിരെ സംസാരിക്കരുത്. അവളെന്നും കൂടാരത്തിൽ ഒതുങ്ങില്ല, അവളെന്നും വീട്ടിനകത്ത് ഒതുങ്ങില്ല, അവളെന്നും നിന്ന കേട്ട് കണ്ണുനീരോടെ ഇരിക്കില്ല. അവൾ പുറത്തു വരുമെന്നേ. വേറെ സന്തോഷത്തോടെ പറ, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. വേദപുസ്തകം പഠിച്ചപ്പോ
സാറ വാക്കുകൾ കേട്ട് മുറിഞ്ഞു അവളുടെ ഹൃദയം മുറിഞ്ഞ് അവൾ കൂടാരത്തിനകത്ത് ഒതുങ്ങിയിരിക്കുക. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാൻ കേട്ടോ, ആര് നിന്നെ പരിഗണിച്ചില്ലേലും സ്വർഗം നിന്നെ പരിഗണിക്കും. ആര് നിന്റെ വേദന കേട്ടില്ലേലും, ഒരു മനുഷ്യൻ പോലും നിനക്ക് നല്ല വാക്ക് പറഞ്ഞു തരാനില്ലെങ്കിലും ദൈവം നിന്റെ വേദന കേൾക്കും കേട്ടോ. പ്രിയരെ, ഞാൻ ആത്മാവി പറയാ, ഇന്ന് പകൽക്കാലം മുറിഞ്ഞ ഹൃദയവുമായി സാറ കൂടാരത്തിനകത്തിരിക്കുമ്പോ ആരാ വന്നത്? ദൈവം ഇറങ്ങി വന്നേ. ഹല്ലേലൂയ. ദൈവം അവളുടെ കൂടാരവാതിക്കൽ വന്ന് ഇറങ്ങി നിൽക്കുന്നെന്ന് ഞാൻ ആത്മാവി പറയാൻ കേട്ടോ. മുറിഞ്ഞ ഹൃദയവുമായി, നിറഞ്ഞ കണ്ണുകളുമായി, തകർന്ന ഹൃദയവുമായി, താങ്ങാൻ കഴിയാത്ത ഭാരവുമായി നീ കണ്ണുനീരോടെ ഇരിക്കുമ്പോ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ വേദന അറിഞ്ഞ് സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആര് പരിഗണിക്കാനില്ലേലോ, ആര് ചേർത്ത് പിടിക്കാനില്ലേലോ, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലേ, സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സ്വർഗം ചുമ്മാതെ ഇറങ്ങി വരില്ല. നിന്നോട് ഇന്നലകളിൽ പറഞ്ഞ വാഗ്ദത്തത്തെ അവൻ വീണ്ടും ഉറപ്പിക്കും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് സംസാരിച്ചൊരു പദമുണ്ട്. ഇന്നലകളിൽ ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ വീണ്ടും ഉറപ്പിക്കാൻ പോവുക. വീണ്ടും ഉറപ്പിക്കാൻ പോവുക. ഇന്ന് പകൽ വിശ്വസിക്കുക, വീണ്ടും ഉറപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയരെ, സാറയെ ലോകം മച്ചി എന്ന് വിളിച്ചു, യാക്കോബിനെ ലോകം ഉപായി എന്ന് വിളിച്ചു. ഹലോ, സാറയെ ലോകം മച്ചി എന്ന് വിളിച്ചു, യാക്കോബിനെ ലോകം ഉപായി എന്ന് വിളിച്ചു. ഇന്ന് പകൽ വേദപുസ്തകം പഠിപ്പിച്ചപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യം, സാറയ്ക്ക് ഇസഹാക്കിനെ ലഭിച്ചതല്ല കുഞ്ഞെ. റോമാലേഖനം 4-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. തുടർമാനമായി വായിക്കുമ്പോൾ ആ വാക്യത്തിനകത്ത് പറയുന്നൊരു പദമുണ്ട്, ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി. ഹലോ, ആർക്ക്? ദൈവം അബ്രഹാമിനെ ഇസഹാക്കിന് പിതാവാക്കിയെന്നല്ല, ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി. അങ്ങനെയെങ്കിൽ മച്ചി എന്ന് ലോകം വിളിച്ച സാറായെ ദൈവം ബഹുജാതികൾക്ക് മാതാവാക്കി. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം ലോകം മച്ചി എന്ന് പറഞ്ഞ, ചങ്ക് തകർത്ത, കുത്തുവാക്കുകൾ കൊണ്ട് ചങ്ക് മുറിച്ച അതേ സാറായെ ദൈവം ഒരു ജാതിക്കല്ല ബഹുജാതികൾക്ക് മാതാവാക്കി തീർത്തെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ തൂത് കൈമാറ്. നിന്റെ ബുദ്ധിക്കനുസരിച്ചല്ല കുഞ്ഞ്, ദൈവത്തിന്റെ വാഗ്ദത്തം. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ കൊടുങ്കാറ്റുപോലെ ഇതിനകത്ത് അടിച്ചു കയറുകയോ. നന്നായി. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഇന്ന് പകൽ ഈ ദൂത് പിടിച്ചോണ്. മച്ചിയമ്മ ലോകം വിളിച്ച സാറായെ ബഹുജാതികൾക്ക് മാതാവാക്കി തീർത്തെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുക, കുഞ്ഞേ, നീ ഏത് വാക്കുകൊണ്ട് മുറിഞ്ഞു അതേ വാക്കുകൊണ്ട് അതേ വാക്കുകൊണ്ട് നീ ഏത് സാഹചര്യത്തിൽ ഒത്തിരി വേദനിച്ചോ അതേ സാഹചര്യത്തിൽ തന്നെ നീ ഒത്തിരി മാനിക്കപ്പെടാൻ പോകുക. അർത്ഥമാന ദൂരധാര ധീരധാര തുരവച്ചവരകദാരീവര വീടവരംഥ അർത്ഥമാല
വ്യക്തമായി ദൈവാത്മാവ് അങ്ങനെ ഒരു ബോധ്യം ഈ പകൽ തരികയാ. ഏത് വാക്കിനാൽ നീ ഒത്തിരി നിന്ദിക്കപ്പെട്ടോ, ഏത് വാക്കിനാൽ നീ ഒത്തിരി അപമാനിക്കപ്പെട്ടോ, യെസ്, നിന്റെ മിനിസ്ട്രിയാണോ, മിനിസ്ട്രിയിൽ വന്ന കുത്തുവാക്കുകളാണോ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചത്, അവിടെ നീ ശക്തനായി തീരാൻ പോകുകയോ. നിന്റെ ഭാവിക്കകത്ത് വെളിപ്പെട്ട വാക്കുകളാണോ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചത്, അവിടെ നീ ശക്തനായി മാറാൻ പോകുകയോ. നിന്റെ തലമുറകൾക്കകത്ത് വെളിപ്പെട്ട നുറുക്കമാണോ നിന്നെ വേദനിപ്പിച്ചത്, അവിടെ നീ ശക്തനാകാം. നിന്റെ ഉപജീവനത്തിനകത്ത് വെളിപ്പെട്ട പ്രയാസത്തിനകത്ത് കേട്ട വാക്കുകളാണോ നിന്നെ ഒത്തിരി മുറിപ്പെടുത്തിയത്, അവിടെ നീ ശക്തനാകാൻ വകയോ. നിന്റെ വിദ്യാഭ്യാസമാണോ നിന്നെ ഒത്തിരി മുറിപ്പെടുത്തിയത്, നീ വിദ്യാഭ്യാസത്തിൽ ശക്തനാകോ. അസാധാരണമായ ദൈവത്തിന്റെ ഫേവർ, അസാധാരണമായ ദൈവത്തിന്റെ ഫേവർ. ദൈവാത്മാവ് സദാകാല മനുഷ്യരോട് വാദിക്കത്തില്ല. കരഞ്ഞുകൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഏറ്റെടുത്തോണം. ഇന്നു പകൽ ദൈവം വ്യക്തമായി ചിലവിനെ സ്പർശിക്കുക. Yes. നിന്റെ കയ്യടിയല്ല, നിന്റെ അന്യഭാഷയല്ല, നിന്റെ ഹൃദയം, മുറിപ്പെട്ട ഹൃദയം, കരഞ്ഞ കണ്ണുകൾ, വേദനിച്ച നിന്റെ ഹൃദയം എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ട്. നീ ഏത് വാക്കുകൊണ്ടാണോ വേദനിച്ചേ, ഏതിടത്താണോ നീ വേദനിച്ചേ, അതേ വാക്കിൽ ദൈവം നിന്നെ മാനിക്കും. ലോകം സാറായെ വേദനിപ്പിച്ചത് മച്ചി എന്ന് വിളിച്ചാണ്, പക്ഷെ ദൈവം മാനിച്ചത് അതേ സ്ഥലത്തിൽ ദൈവം മാനിച്ചു. ബഹുജാതികൾക്ക് അവളെ ദൈവം മാതാവാക്കി തീർത്തു. വിദ്യാഭ്യാസത്തിൽ നീ ഒത്തിരി വേദനിക്കപ്പെട്ടെങ്കിൽ അർഹതയില്ലാത്ത വിദ്യാഭ്യാസം ദൈവം നിനക്ക് തരും. പിന്നെ ഭാവിക്കകത്ത് വെളിപ്പെട്ട വേദനയാണ് ഏറ്റവും വലിയ വേദനയെങ്കിൽ ഭാവിക്കകത്ത് ദൈവം അർഹതയില്ലാത്ത ഉയർച്ച തരും. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെട്ട വേദനയാണ്, കുത്തുവാക്കളാണ് നിന്നെ മുറിപ്പെടുത്തിയതെങ്കിൽ അർഹതയില്ലാത്ത ശുശ്രൂഷ, അർഹതയില്ലാത്ത അഭിഷേകം ദൈവം നിനക്ക് തരും. ദൈവം നിനക്ക് തരും. നിന്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ടാണ് നീ ഒത്തിരി മുറിക്കപ്പെട്ടെങ്കിൽ ദൈവം നിന്നെ അർഹതയില്ലാത്ത ഉപജീവനം നിനക്ക് തരും. തലമുറയുമായുള്ള വിഷയത്തിനകത്താണ് നീ ഒത്തിരി തകരപ്പെട്ടതെങ്കിൽ നിന്റെ തലമുറകളെ ദൈവം മാനിക്കുന്നത് നീ കാണും. നിന്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയുന്നത് കാണും. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, എന്തുകൊണ്ട് സാറായ ദൈവം ബഹുജാതികൾക്ക് മാതാവാക്കി തീർത്തു? കാരണം അവൾ വാക്കുകൊണ്ട് മുറിവേൽക്കപ്പെട്ടതുകൊണ്ട്. ഇന്ന് പകൽക്കാലം ചില വ്യക്തികൾ നിനക്കെതിരെ സംസാരിച്ചത് നല്ലതെന്ന്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പോൾ വേദനയുണ്ട്, ഇപ്പോൾ പ്രയാസമുണ്ട്, പക്ഷെ നാളുകളിൽ നീ പറയൂ, അവരെനിക്കെതിരെ പറഞ്ഞ വാക്കുകൾ, അവരെനിക്കെതിരെ കെട്ടിയ രേഖകൾ, അവരെനിക്കെതിരെ ബന്ധിച്ച ബന്ധനങ്ങൾ അവൊന്നുമല്ല. അതിൻ്റെ മടിവിൽ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി ഒത്തിരി ദൈവസന്നിധിയിൽ ചിന്തിച്ച് കണ്ണുനീരോടെ ഞാൻ ഏറ്റെടുത്തൊരു ദൂതാണ്. പ്രിയരെ, നീ എവിടെ മുറിഞ്ഞോ, ഏത് വാക്കുകൊണ്ട് നീ മുറിഞ്ഞോ, അതേ വാക്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതേ വാക്കിൽ ദൈവം നിന്നെ മാനിക്കും. ലോകം യാക്കോബിനെ വിളിച്ചു ഒബായി എന്ന്.
പക്ഷെ സ്വർഗം അവനെ വിളിച്ചു ഇസ്രായേലെന്ന്. സ്വർഗം അവനെ വിളിച്ചു ഇസ്രായേലെന്ന്. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത മാന്യത, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഉയർച്ച, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത നല്ല കാലം. ഞാൻ ആത്മാവിൽ പറയാം, റോമാലേഖനത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 4-ാം അധ്യായം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ വചനം പറയുന്നു, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അപ്പോഴാണ് ദൈവം പറയുന്നത്, അവൻ്റെ വാഗ്ദത്തകാലം എടുത്തപ്പോൾ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം കേട്ടോ, കേട്ട കുത്തുവാക്കുകളുടെ നടുവിലും ഒരു വാഗ്ദത്തകാലം വെളിപ്പെടും. വെയിറ്റ്. ദൈവം നിനക്കൊരു കാലം വച്ചിട്ടുണ്ട്. ദൈവം നിനക്കൊരു സമയം വച്ചിട്ടുണ്ടെന്നേ. ദൈവം നിനക്ക് വേണ്ടി സമയം വച്ചിട്ടുണ്ടെന്നേ. നീ ആരുടെ വായി മൂടിക്കെട്ടാൻ പോകണ്ട, ആർക്കുമെതിരെ സംസാരിക്കാൻ പോകണ്ട. നീ ശാന്തമായി ഇരുന്നാ മതി. നിന്റെ വാഗ്ദത്ത കാലം വെളിപ്പെടുമ്പോ സകലത്തിന്റെ വായ താനെ അടയും. വാഗ്ദത്ത കാലം എടുത്തപ്പോ അബ്രഹാമിന്റെ ബഹുജാതികൾക്ക് ദൈവം പിതാവാക്കി, സാറയെ ബഹുജാതികൾക്ക് മാതാവാക്കി. ആത്മാവിൽ ഒറ്റ ദൂത് ഞാൻ പറയാം, ഒറ്റ ദൂത് പറയാം. വാഗ്ദത്തം നമുക്കുള്ളതല്ല. അറിയാതെ ആണെങ്കിൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞല്ലോ. വാഗ്ദത്തം നമുക്കുള്ളത് അല്ല. നമ്മളെപ്പോഴും ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എൻ്റെ വാഗ്ദത്തം തരണേ. വാഗ്ദത്തം നമുക്കുള്ളതല്ല. വാഗ്ദത്തം പഴയ നിയമത്തിലെ വിശ്വസ്തന്മാർക്കാണ്. വാഗ്ദത്തം അബ്രഹാമിനുള്ളതാണ്. പക്ഷേ പുതുനിയമത്തിൽ നമ്മൾ വാഗ്ദത്തം പ്രാപിക്കേണ്ടവരല്ല. പുതുനിയമത്തിൽ വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ അവകാശികളാണ്. നമ്മൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടവരല്ല. കാത്തിരുന്നത് അബ്രഹാമാണ്. അബ്രഹാമിന്റെ സന്തതികൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ ദൈവമോ ക്രിസ്തേശു മുഖാന്തര അബ്രഹാമിന്റെ വാഗ്ദത്തം യാബികൾക്ക് അവൻ കൂട്ടവകാശിയാക്കി തീർന്നു. വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണ്ട, അത് നമ്മുടെ അവകാശമാണ്. അത് നമ്മുടെ അവകാശമാണ്. ഇന്ന് പകൽ എൻ്റെ പിതാവ് ഇവിടെ ഇരിപ്പുണ്ട്. പിതാവിനുള്ളതെല്ലാം എൻ്റെ അവകാശമാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെങ്കിൽ അവകാശികൾ. അപ്പ പിതാവ് എന്ന് വിളിക്കത്തക്ക നിലവാരത്തിൽ പുത്രത്വത്തിന്റെ അവകാശികളാണ്. വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നവരുടെ പേര് വലുതാക്കിയെങ്കിൽ അവകാശികളായ നമ്മുടെ പേർ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവകാശികളായ നമ്മുടെ ഇന്ന് പകൽ ഒരപ്പന്റെ അവകാശം, അവകാശത്തിന് മക്കൾ കൂട്ടവകാശികളാണ്. അതുപോലെ പിതാവായ ദൈവത്തിന്റെ അവകാശത്തിന് നമ്മൾ കൂട്ടവകാശികളാണ്. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയട്ടെ. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാമോ?